അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ പറയും. അപ്പോൾ നമുക്കിന്ന് നോമ്പ് 18 ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്ന് നോമ്പിന്റെ, അതായത് 18ാമത്തെ നോമ്പിന് കുറേ പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ ഇന്ന് നമ്മുടെ ഫാമിലി എല്ലാവരും പെങ്ങന്മാര് അളിയനും ഒക്കെ വരികയാണ് നോമ്പ്. അതെ, അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും ഉണ്ട് ഒക്കെ കാണാം. അളയന്മാരെ നോമ്പ് കുറെ തുറപ്പിച്ചിട്ടുണ്ടെങ്കിലും കുറെ മുമ്പാണ് അവര് പ്രവാസികളായിരുന്നു, ഇപ്പൊ നാട്ടിൽ സെറ്റിൽ ആയതാണ്. അപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ നാട്ടിലുള്ള സ്ഥിതിക്ക് ഇപ്പൊ നമ്മള് അവരൊക്കെ ഒന്ന് കൂട്ടി ഒന്നിച്ച് എല്ലാരും കൂടി കൂടിയിട്ടില്ല. അതെ, ഒരാളുണ്ടാവുമ്പോ ഒരാളുടെ രണ്ടളിയന്മാരാണ്. അപ്പൊ ഒരാളുണ്ടാവുമ്പോ ഒരാളുണ്ടാവില്ല. അങ്ങനെ ഏതായാലും ഇപ്പൊ എല്ലാരും മക്കള് പെങ്ങന്മാരെ മക്കള് എല്ലാരും ഇല്ല. 3 താത്താരും 2 അളിയന്മാരും വിളിച്ചിട്ടുള്ളൂ. ഓരോ മക്കളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാരും വിളിച്ചു കൂട്ടാനുള്ള ആവതിന് ആമീൻ. പിന്നെ ബാക്കി വീഡിയോസ് വേറെ സംഭവം എന്താ വെച്ചാല്, അപ്പൊ അതിനിപ്പോ നമ്മൾ കൂടുതലൊന്നും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡുകളൊന്നും മാളും എല്ലാം ഇവിടെ ഉണ്ടാക്കിയാണ്. അപ്പൊ കുറച്ച് സ്നാക്സ്, അതുപോലെ തന്നെ നല്ല അടിപൊളി കറി കാര്യങ്ങൾ, പത്തിരി, നമ്മുടെ നാടൻ സ്റ്റൈലിനെല്ലാം അല്ലേ. അപ്പൊ എന്തൊക്കെ പൊറാട്ട ഉണ്ട്, അല്ലാതെ ഒന്നുമില്ല. ബാക്കി ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് അതിന്റെ സർപ്രൈസ് കളയണ്ട. അപ്പൊ ഒരുപാട് വ്യത്യസ്തമായ അൽഹംദുലില്ലാഹ് നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഇതിനു മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉപ്പ ഇല്ല, അപ്പൊ ഉമ്മ പെങ്ങന്മാര് ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചൊന്ന് കൂടുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ കടിക്കുള്ള തേങ്ങ വറുത്ത് നമ്മൾ ഗ്രൈൻഡറിൽ വെച്ചിട്ടാണ് അരക്കണത്. എന്താ വെച്ചാൽ ഒരുപാട് തേങ്ങ ഉള്ളത് കൊണ്ട് അതിൽ വെച്ച് അരക്കുമ്പോൾ നല്ല സുഖമല്ല, ഒറ്റടിക്ക് പരിപാടി ചെയ്യല്ലോ. പിന്നെ വല്ല ഒന്നും ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിക്കാണ്ട് അതിലിട്ടാണ് തേങ്ങ അരക്കണത് കേട്ടോ. പിന്നെ പൊരിക്കടിക്കുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ പത്തിരിക്കുള്ള ഉരുള ഉണ്ടാക്കി വെച്ചിട്ട്, പത്തിരി കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, കുറച്ച് പൊറാട്ടയും കുറച്ച് പത്തിരിയും. പിന്നെ 3 താത്താരും ഇതാ അതാണ്. പിന്നെ പൊരിക്കടി ഞാനിതാ മോമോസ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം തളിച്ചിട്ട് അതിൽ ഇട്ടെടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതാ തേങ്ങ വറുത്ത് ചിക്കൻ കറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ചിക്കന് പൊരിക്കും ചെയ്യാറുങ്ങാണ്ട് കുറച്ച് ചിക്കൻ ഇതിന് കറിയും വെച്ച് കുറച്ച് ചിക്കൻ പൊരിച്ചും ചെയ്ത്. എന്ന് വെച്ചാൽ ഇപ്പം അടുത്തൊന്നും അലങ്കാരം പിറപ്പിച്ചിട്ടില്ല, നോമ്പ് ഓർക്കലുണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മ അവിടെ നോമ്പറപ്പിക്കുക അതൊന്നും ഇപ്പം അടുത്തൊന്നും ഉണ്ടായില്ല. നല്ല രസമുണ്ട്, മനസ്സിക്ക് ഭയങ്കര അവരൊക്കെ വരാണ്ട് എന്നുള്ളതിൽ വന്നിട്ടില്ല കേട്ടോ. നേരത്തെ വരുന്നൊക്കെ താത്ത പറഞ്ഞിരുന്നു. താത്ത നേരത്തെ എത്തിയിട്ടില്ല, താത്ത പിന്നെ വൈകുന്നേരമാണ് എത്തിയത്. പത്തിരി അതാ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും കുഞ്ഞുമോളും കൂടി ഇന്ന് അടുക്കളയിൽ ഇട്ടാ. പിന്നെ മോമോസ് ഇതാ റെഡി ആയി തുടങ്ങി. ഫുള്ള് വീഡിയോ ഒന്നും നമ്മളെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ഭാവമാണെങ്കിൽ പുറത്തേക്ക് പോയതേന്ന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണതിനൊക്കെ. അപ്പോഴാണ് ഞാനാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലില്ല, 2ാമത്തെ താത്ത എത്തിക്കണം കേട്ടാ. താത്ത കയറി വരുന്നേ ഉള്ളൂ. താത്ത കുറവായിക്കണം. താത്ത ആദ്യമായിട്ടാണ് ചുരിദാർ ഇടുന്നത്. അതിൻ്റെ ഒരു ചമ്മലൊക്കെയാണ് കേട്ടാ. പിന്നെ ഇതാ നമ്മളെ മുറ്റത്ത് പൊടി നല്ലുണ്ട്, മെറ്റലും നല്ല വെയിലല്ലേ, പല പൊടിയും. ഇപ്പോൾ ബാവ പൊടിയൊന്ന് അമർത്താനും വേണ്ടിയിട്ട് വെള്ളം അടിക്കണതാ. പിന്നെ 2ാമത് ചെറിയ താത്ത വന്ന് തലക്കെടുത്തൂരുള്ള കുഞ്ഞോൾ താത്തയും കുട്ടികളും വന്നിട്ടാ. പിന്നെ എല്ലാവരും താത്താരെ മക്കളോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ ചെറിയ താത്താൻ്റെ മോളവിടെ വീട്ടിലുണ്ടായതുകൊണ്ട് അവളും പോകുന്നത്. അതുമ്പോൾ ഇങ്ങനെ വലിയ താത്താൻ്റെ വീട്ടിലും ഒരാളോടെ ഉണ്ട്, അപ്പോൾ അവളും പോകുന്നത്. പിന്നെ 2ാമത്തെ താത്താൻ്റെ കുട്ടികൾ പോന്നിട്ടില്ല. അളിയനും താത്തയും കൂടി ബൈക്കിൽ പോന്ന കേട്ടോ. ഒരാളോട് പോരാൻ പറഞ്ഞിരുന്നു, പക്ഷേ അവർ പോന്നിട്ടില്ല. 3 ആളോടെ വീട്ടിലുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത കൊല്ലം എല്ലാവരും കൂടി വിളിച്ചിട്ട് നോമ്പുറപ്പിക്കാൻ അള്ളാഹു ആവതിനെ ചെയ്യട്ടെ, ആരോഗ്യം തരട്ടെ, എല്ലാവർക്കും ആയുസിനെ തരട്ടെ. നല്ല ഇത് തന്നെ ഭയങ്കര രസം. ഓലൊക്കെ വരാനുള്ളൊരു കാത്തിരിക്കലും ഓൽക്കും വേണ്ടിയിട്ട് നമ്മൾ നോമ്പായാലും അതിൻ്റെ ക്ഷീണം പോലും ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ഓൽക്കും വേണ്ടിയിട്ടൊരു ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് നമുക്ക് നമ്മളെ വീട്ടിൽ ആങ്ങളാരുണ്ടെങ്കിൽ നമ്മളെ പെങ്ങന്മാരെ നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബർക്കത്താണ്. പെങ്ങന്മാർ തന്നെ അവർ കല്യാണം കഴിച്ച് പോയതല്ല, അവർക്ക് അവരെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ വേറൊരു രസമാണ് ഈ കാരം. അവരമ്മ പ്രത്യേകിച്ച് ഉമ്മ ഇപ്പൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് ഈ കാരം.
അതിൻ്റെ ഇടയിൽ ഇതാ കുട്ടിമോന് ഒരു 5 ടേബിൾ കൊടുക്കുന്നത്. എന്താ വെച്ചാൽ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഈ ചില്ലിൻ്റെ ടേബിൾ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ 5 ടേബിൾ കൊടുന്നിട്ട് ഒരു മറിയും കെട്ടി. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇതാ ബാവ ഫ്രൂട്ടും ഇതൊക്കെ റെഡിയാക്കൽ തുടങ്ങി. അതിന് പിന്നെ ബാവ തന്നെ വരണം കേട്ടോ, എന്നാലും അതിൻ്റെ ആ ഒരു കറക്റ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കറിയായിട്ടല്ല, അവർ ചെയ്യുമ്പോൾ ഒരു രസമല്ലേ. വത്തക്കയും പൈനാപ്പിളും മുന്തിരിയാണ്. പിന്നെ അപ്പോൾ അങ്ങനെ വാങ്ങി കൊടുക്കാനായി ഓരോ പ്ലേറ്റിലും ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റിലാക്കി വെച്ച് കൊടുക്കുമ്പോൾ നല്ല രസമല്ലോ. പ്ലേറ്റിൽ നിന്ന് എടുത്ത് തിന്നണ മായ്ക്കല്ലല്ലോ. അപ്പോൾ കുഞ്ഞ് പ്ലേറ്റുകൾ വാങ്ങിയിട്ട് അതിക്ക് പൊരിക്കടിയും അതിൻ്റെ ഇടയിൽ താത്ത വന്നപ്പോൾ പൊരിക്കടി ഇത് എന്താണ് സമൂസയും പൊക്കവടയും കൊടുന്നിരുന്നു. ഞാൻ പൊരിക്കടി കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് 3 ഐറ്റം പൊരിക്കടിയായി. അളിയെങ്കിൽ അതാ കുട്ടിമോനും മക്കളൊക്കെ ഭയങ്കര രസം. എന്താ വെച്ചാൽ ആദ്യമായിട്ടില്ല ഇങ്ങനെ ഒരു പരിപാടി, മുറ്റത്തേലും ടേബിളും ഇതൊക്കെ നിരത്തിയിട്ട് കണ്ട്. കുട്ടിമോന് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെക്കണം. ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ തിന്നുന്ന രീതിയിൽ. എന്താ വെച്ചാൽ നോമ്പ് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അല്ലേ. അപ്പം അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും നോമ്പ് തുറക്കണ്. എല്ലാവരും ഇരുന്ന് 3 ടേബിളുമ്മലായിട്ട്. ഉമ്മാക്ക് പിന്നെ സുഖമില്ല, പഴയ പോലെ നല്ലപോലെ നെയ്ച്ച് നടക്കാനൊന്നും പറ്റൂല. അന്നേരം മാത്രം പെരൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളൂ. ആൾക്ക് സുഖമില്ല, പെരൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കില്ല. പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റൂല. വികാൻ പോയിട്ട് ആൾ കയ്യിന് വിറക്കലും കയ്യും കാലും കുഴച്ചിലും ഒക്കെ കൂടി ആയിട്ട്. അപ്പം അതാ എല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് തുറന്ന്. പിന്നെ കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കിന്നിട്ടാ, തരിക്കഞ്ഞിയും ഫ്രൂട്ട്സും ഒക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. ബാവക്ക് നിന്നിട്ടാണ് തന്നെ ഞങ്ങളെല്ലാവരും സൽക്കരിക്കുന്ന ബാവ. അപ്പോൾ പിന്നെ ബാവക്ക് മര്യാദക്ക് തിന്നാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇരുന്ന് ബാവാക്ക് ഇരിക്കാം, പക്ഷേ എല്ലാ സാധനവും ടേബിളും ഉണ്ടെന്നാലും ബാവാക്ക് സമാധാനം ഉണ്ടായിരുന്നു. എല്ലാവർക്കും എത്തൂല്ലേ എന്നുള്ള. അപ്പോൾ പിന്നെ ബാവ ഒരു സമാധാനം ഇല്ലാത്ത തീറ്റയാണ് തിന്നണത്. അതിൻ്റെ ഇടയിൽ ഇതാ മക്കള് താത്താൻ്റെ മോനും നമ്മളെ മോനും മോൾ ടീം എല്ലാവരും കൂടി താത്താൻ്റെ മോനാണ് ഇമാം എന്നിട്ട് നിസ്കരിക്കണത് കേട്ടാ. അതിൻ്റെ ഇടയിൽ ചെറിയ കുട്ടികൾ വന്നത് നല്ല രസമുണ്ടായിരുന്നത് കാണാൻ ഓലെ നിസ്കാരം. അല്ല ഇത് ഞാൻ മുത്തുമോള വിചാരിച്ചേ. അപ്പൊ ഇതിന്റെ ചെറിയ പെങ്ങളാണ്. ഇതുണ്ട് നിങ്ങള് ചുരിദാറൊക്കെ ഇട്ട് ആകെ പൊളിച്ച് നടക്കാണ്. ഞാൻ രസം ഉണ്ടാമ്പോട്ടാ, ഈ കളറും രസമുണ്ട്, ചാണപ്പച്ച ആയതുകൊണ്ട്. അപ്പൊ സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണേ. എന്തേ അവിടെ നിന്ന് എന്തേ ജോക്കിങ്ങിന് പോയതാ? ഈവനിങ്ങാ? ആദ്യം കഴിച്ചതൊന്ന് കഴിക്കാനില്ല. ആയിക്കോട്ടെ, ജോഗിങ് നടന്നോട്ടെ. ഓല് ജോഗിങ്ങിന് പോയതാണല്ലോ. ജോഗിങ്ങിന് പോയതാണ് കുട്ടികള്. അല്ല, തിന്നത് വിശക്കാൻ അങ്ങനെ ഓടുക. ആദ്യം തിന്നത് വിശക്കാന്. അതെ. പിന്നെ അപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് എല്ലാവരും കൂടി ചായ കുടിക്കാനുള്ള ഇതിലാണ്. പൊറാട്ടയും പത്തിരിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും. ആദ്യം തന്നെ പൊരിക്കടിയും ഫ്രൂട്ട്സും കുറച്ച് വെള്ളം കൊണ്ട് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വയറാണ് ഫുള്ളാവുമല്ലോ. ഏതായാലും ഭക്ഷണത്തിലല്ല, നമ്മളെല്ലാവരും കൂടി കൂടണിയിലാണ് ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. എല്ലാവരും കൂടി കൂടുമ്പോൾ കിട്ടുന്ന ഒരു രസമുണ്ടല്ലോ, അത് ഭയങ്കര രസം. എനിക്ക് എന്താ പറയുക, ഭയങ്കര ഫീൽ ചെയ്ത് എല്ലാവരും കൂടി ഉള്ള നമ്മൾ താത്താര് എന്ന് പറഞ്ഞാലൊരു ജ്യേഷ്ഠത്തിയാളെ പോലെയാണ്. നമ്മൾ നാത്തൂന് എന്നുള്ളൊരു വേഷം ഞങ്ങൾക്ക് ഇന്ന് വരെ തന്നിട്ടില്ല. നല്ല രസമാണ് ഒരു 3 ആളും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ 3 ആളും കൂടുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. അവരുടെ മക്കളും തന്നെ എല്ലാവരും ഒരുമയും നല്ല രസമാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഈ നല്ല അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.